ഏറെ സ്നേഹമുള്ള വിശ്വാസിനികളെ, സഹോദരി സഹോദരന്മാരെ, അല്ലാഹു സുബ്ഹാനഹു വ തആലയുടെ ആജ്ഞാനിർദ്ദേശങ്ങൾ ജീവിതത്തിൻ്റെ രഹസ്യ പരസ്യ മേഖലകളിലെല്ലാം അവനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് സ്വന്തത്തെ മറക്കാതെ നിങ്ങൾ ഓരോരുത്തരെയും ഓർമ്മപ്പെടുത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല മരണം വരെ തഖ്വയോടുകൂടി ജീവിതം മുന്നോട്ട് നയിക്കാൻ നമുക്കേവർക്കും അവൻ തൗഫീഖിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഏതൊരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അവൻ്റെ കഴിഞ്ഞ കാലഘട്ടം അതെന്താണ് എന്നുള്ളത് ഇസ്ലാമിൽ യാതൊരു പ്രസക്തിയുമില്ല. ഇസ്ലാമിൻ്റെ ഒരു അടിസ്ഥാനമാണ് അവൻ കഴിഞ്ഞ കാലത്ത് ഇന്ന ഇന്ന പദവികളുണ്ടായിരുന്നു, ദീനിയായിക്കൊണ്ട് വളരെയധികം പ്രോത്സാഹിപ്പിച്ചുകൊണ്ട് പ്രയത്നിച്ചുകൊണ്ട് ജീവിച്ചിരുന്ന ഒരു വ്യക്തിയായിരുന്നു. അതൊന്നും ഇസ്ലാമിനൊരു അടിസ്ഥാനമല്ല. ഇസ്ലാം ഒരാളെ സംബന്ധിച്ചിടത്തോളം അയാൾ ഇന്നെങ്ങനെ ജീവിക്കുന്നു, അയാൾ മരണപ്പെട്ടു പോയാൽ അയാളെക്കുറിച്ച് ആളുകൾ എന്ത് പറയുന്നു, അതാണ് അയാളിലുള്ള അടിസ്ഥാനപരമായി അയാൾ നന്മയിലാണോ തിന്മയിലാണോ എന്ന് നിശ്ചയിക്കുന്നത്. ഒരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൻ്റെ തുടക്ക കാലഘട്ടങ്ങളിലെല്ലാം നന്മയിലായി, അവസാനത്തിൽ പിഴച്ച് അയാൾ അമുസ്ലിമായിക്കൊണ്ട് വിശ്വാസത്തിൽ നിന്ന് തെറ്റിപ്പോകുന്നൊരു സാഹചര്യം, അത് അയാളുടെ മുൻകഴിഞ്ഞ കാലത്തെ നോക്കിക്കൊണ്ട് വിലയിരുത്താൻ നമുക്ക് സാധിക്കില്ല. അതുപോലെ തന്നെയാണ് തിരിച്ചയാൾ ദീർഘകാലം തിന്മയിലായിരുന്നു, പക്ഷേ അവസാന കാലം അയാൾ നന്നായി നന്മയിലേക്ക് വന്നു, അത് അയാൾക്ക് ഗുണകരമാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല അയാളുടെ പര്യവസാനമാണ് ശ്രദ്ധിക്കുക എന്നുള്ളതാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മുടെ കഴിഞ്ഞ കാലഘട്ടം അതെന്താകട്ടെ, എന്ത് തിന്മയിലായിരുന്നു നമ്മൾ, അതൊന്നും പ്രശ്നമില്ല. ഒരു കാര്യം അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ വകവെക്കൂല, ഒരു പ്രശ്നവുമില്ല. എത്ര തിന്മയാണെങ്കിലും, അത് ഏറ്റവും വലിയ തിന്മകളാണെങ്കിലും, നിരന്തരമായി ചെയ്യുന്ന തിന്മകളാണെങ്കിലും ഒന്നും അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും പ്രശ്നമാക്കൂല. നിങ്ങൾ ഇന്നു മുതൽ ഇത് കേട്ടൊരു സാഹചര്യം ഉണ്ടല്ലോ, അതുമുതൽ നിങ്ങൾ നന്നാകാൻ ഒരുക്കമാണ്. എല്ലാം പുറത്തു തരും, എല്ലാ പാപങ്ങളും അല്ലാഹു സുബ്ഹാനഹു വ തആല പുറത്തു തരുന്നതാണ്. ഖുലില്ലദീന കഫറു ഇയൻതഹു യഗ്ഫിർ ലഹും മാ ഖദ് സലഫ്. കാഫിറുകളായ അവിശ്വാസികളായ ആളുകളോട് അല്ലാഹു സുബ്ഹാനഹു വ തആല വന്നുകൊണ്ട് ഇതാണ് ഇസ്ലാം, ശരിയായ ദീൻ ഇതാണ്, എല്ലാം പറഞ്ഞ് കൃത്യമായി ബോധ്യപ്പെടുത്തി കൊടുക്കും. എന്നിട്ട് കാഫിറുകളോട് പറയാണ്, നിങ്ങൾ സ്വീകരിച്ചോ, അത് സ്വീകരിച്ചാൽ കഴിഞ്ഞു പോയ നിങ്ങളുടെ എല്ലാ പാപങ്ങളും അല്ലാഹു പുറത്തുതരും, നിങ്ങൾക്ക് എല്ലാതും പുറത്തുതരും. നിങ്ങൾ മുൻകഴിഞ്ഞ് ചെയ്തു പോയ എന്തൊക്കെ പാപങ്ങളുണ്ടോ അത് പുറത്തുതരും. അള്ളാന്റെ വാഗ്ദാനം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്നിട്ട് ചില സ്വഹാബാക്കൾ ചോദിക്കും, റസൂലേ, ഞങ്ങൾ ജാഹിലിയ്യത്തിൽ എന്തൊക്കെയാണ് ചെയ്തത്? ധാരാളം തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്, തിന്മകൾ അധികരിച്ചുകൊണ്ട് എത്രയോ തിന്മകൾ ചെയ്തു പോയിട്ടുണ്ട്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് അറിയോ, ഇസ്ലാമിൽപ്പെട്ട ഏറ്റവും നല്ലൊരു കാര്യം എന്താ അറിയോ, ലം യുആഖിദു ബിമാ അമില ബിൽ ജാഹിലിയ്യ. ജാഹിലിയ്യത്തിൽ നിങ്ങൾ ചെയ്തു, അതൊന്നും പ്രശ്നമില്ല. നിങ്ങൾ നന്നായോ, അല്ലാഹു സുബ്ഹാനഹു വ തആല അതൊന്നും കാര്യാക്കൂലാണ്, അതൊന്നും നിങ്ങൾക്ക് തീരാൻ നിങ്ങളുടെ ജീവിതത്തിൽ ആ തിന്മകളൊക്കെ അല്ലാഹു മായ്ച്ചു തരും. ഒരു പ്രശ്നം ഉണ്ടാവും. നിങ്ങൾ മാറാൻ തീരുമാനിച്ചാൽ, മാറാൻ നിങ്ങളുടെ മനസ്സിൽ ഒരുക്കമുണ്ട്, അല്ലാഹു നിങ്ങൾക്കത് പൊറുത്തു തരുന്നതാണ്. സഹോദരങ്ങളെ, മാലിക്കി ഇമാമിന്റെ കാലഘട്ടത്തിൽ ജീവിച്ചിരുന്ന ഒരു മനുഷ്യനാണ് അബ്ദുല്ലാഹി ഇബ്നു മസ്ലമ അൽ കഅബി. അദ്ദേഹത്തിനെ സംബന്ധിച്ചിടത്തോളം പറയപ്പെടുന്ന ഒരു ചരിത്രം. എന്താണ് അദ്ദേഹത്തിന്റെ ചരിത്രം? അദ്ദേഹം നാട്ടിലെ ഏറ്റവും വലിയ റൗഡിയായിരുന്ന, പോക്കിരിയായിരുന്നു. കടാര തന്റെ അരയിൽ വെച്ചുകൊണ്ട് നടന്നിരുന്ന ഒരു മനുഷ്യനാണ്. ഏതൊരാളെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം ഏത് സമയത്ത് കുത്താൻ തോന്നിയാൽ അദ്ദേഹം എടുത്തു കുത്തും. മദ്യപാനം അദ്ദേഹം സ്ഥിരമായിരുന്ന, ആളുകളൊക്കെ വിളിച്ചുകൂട്ടി, എല്ലാവരെയും വിളിച്ചുകൂട്ടി അദ്ദേഹം മദ്യപിക്കുമായിരുന്നാണ്. വളരെ വലിയ സദസ് അദ്ദേഹമാണ് ഒരുക്കുക. ആ മദ്യപ്പ് കൊണ്ടുവന്ന് കൂട്ടുകാരെല്ലാം വിളിച്ചു കൊണ്ടുവന്ന് അദ്ദേഹം സദ്യ ഒരുക്കുമായിരുന്നാണ്. അദ്ദേഹം ഒരിക്കലിങ്ങനെ അതിന് തയ്യാറെടുത്ത് മദ്യപ്പ് ഒരുക്കിങ്ങനെ ഇരിക്കുന്ന സന്ദർഭത്തിലാണ് അദ്ദേഹത്തിന്റെ അടുത്തുകൂടി ഒരു മനുഷ്യൻ കടന്നു പോകുന്നത്. കൂട്ടത്തിലുണ്ടായിരുന്ന ആളുകളോട് ചോദിച്ചു, ആരാണ് ആ മനുഷ്യൻ? ആ മനുഷ്യൻ ആരാണ്? എൻ്റെ അടുക്കലൂടെ കടന്നുപോയ ആ മനുഷ്യൻ ആരാണ്?
അദ്ദേഹത്തോട് പറയുന്നുണ്ട് ശഅബത്ത് ബിൻ ഹജ്ജാജ്. ശഅബത്ത് ബിൻ ഹജ്ജാജ് ഇന്ന് നാട്ടിൽ അറിയപ്പെടുന്ന ഏറ്റവും വലിയ മുഹദ്ദിദാണ്, ധാരാളം ഹദീസുകൾ അറിയുന്ന ഒരു വലിയ പണ്ഡിതനാണ് നിങ്ങളുടെ അടുത്തുകൂടി കടന്നു പോയിട്ടുള്ളത്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് ഇദ്ദേഹം നടന്നു പോകുന്നുണ്ട്. അദ്ദേഹത്തിനോട് പറയുന്നുണ്ട്, എനിക്കൊരു ഹദീസ് കേൾക്കണം, എനിക്കൊരു ഹദീസ് താങ്കൾ കേൾപ്പിച്ചു തരണം. അദ്ദേഹം തിരിച്ചു പറഞ്ഞത്, ഇങ്ങനെയുള്ള മനുഷ്യർക്ക് കേൾപ്പിക്കാനുള്ളതല്ല ഹദീസ്. വെള്ളമടിച്ചുകൊണ്ട് ദുർഗന്ധം വമിച്ചുകൊണ്ട് ഈ രൂപത്തിലുള്ള മനുഷ്യർക്കുള്ളതാണ് ഹദീസ്, താങ്കൾക്കത് പറഞ്ഞു തരില്ല. സ്വാഭാവികമായും ധാരാളം ആളുകളെ നേരിട്ട കത്തിയെല്ലാം നേരിട്ടിട്ടുള്ള ആളുകൾ അദ്ദേഹത്തിന്റെ ആ പരുഷമായ സ്വഭാവം പുറത്തു വന്നു. അദ്ദേഹത്തിന്റെ കോളറിന് പിടിച്ചുകൊണ്ട് അറയിൽ നിന്ന് കത്തിയെടുത്ത് അദ്ദേഹത്തിന്റെ കഴുത്തിന് നീട്ടിക്കൊണ്ട് പറഞ്ഞു, ഒരു ഹദീസ് എനിക്ക് ഇപ്പോൾ പറഞ്ഞു തരണം. അദ്ദേഹം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പറഞ്ഞത്, ഇദാ ലം തസ്തഹി ഫസ്ന മാ ശിഅത, ലജ്ജയില്ലെങ്കിൽ എന്താ നിങ്ങൾ ചെയ്തോളി എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിട്ടുണ്ട്. ലജ്ജയില്ലേ അയാൾ എന്തും തോന്നിവാസം ചെയ്യും, ലജ്ജയില്ല എങ്കിൽ അയാളിൽ ഈമാനില്ല, പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്ന് അദ്ദേഹത്തോട് പറഞ്ഞു. മാറ്റം വന്നു അദ്ദേഹത്തിന്റെ മനസ്സിൽ, വല്ലാത്ത മാറ്റം. അത് ആ ഹൃദയത്തിലും സ്ട്രൈക്ക് ചെയ്തു. വീട്ടിലേക്ക് ചെന്നുകൊണ്ട് മാതാവിനോടും കുടുംബാംഗങ്ങളോടും പറയുന്നുണ്ട്, ഞാനിതെല്ലാം നിർത്തി. തന്റെ കുടുംബത്തിലുള്ള തന്റെ കൂടെയുണ്ടായിരുന്ന മദ്യപിക്കാനുണ്ടായിരുന്ന ആളുകളെയെല്ലാം പറഞ്ഞയച്ച് അവിടെയുണ്ടായിരുന്ന മദ്യക്കുപ്പികളെല്ലാം തല്ലിയുറച്ചുകൊണ്ട് അദ്ദേഹം ഒരു നോട്ടും ഒരു പെന്നും എടുത്തുകൊണ്ട് പുറപ്പെട്ടു. മദീനയിലേക്ക് മാലിക് ഇമാമിന്റെ സദസ്സിലിരുന്നു കൊണ്ട് അദ്ദേഹം ദീന് പഠിക്കാൻ തുടങ്ങി. ഇന്ന് മാലിക് ഇമാമിന്റെ ഏറ്റവും വലിയ ശിഷ്യന്മാരെ എണ്ണുന്ന കൂട്ടത്തിൽ ഏറ്റവും മുൻപന്തിയിലുള്ളത് ഇദ്ദേഹമാണ്, അബ്ദുല്ലാഹി ഇബ്നു സലമ റഹിമഹുല്ലാഹ്. അദ്ദേഹത്തെ കാണുന്ന സന്ദർഭത്തിൽ ആളുകളൊക്കെ അല്ലാഹുവിനെ സ്മരിക്കാൻ തുടങ്ങുന്ന, അദ്ദേഹത്തിന്റെ നാട്ടിൽ നടന്നു പോകുന്ന സന്ദർഭത്തിൽ ആളുകൾക്ക് അല്ലാഹുവിനെ ഓർമ്മ വരും. അത്രത്തോളം അല്ലാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കുന്ന ഇഖ്ലാസുള്ള ഒരാളായി മാറാൻ അദ്ദേഹത്തിന് സാധിച്ചിട്ടുണ്ട്. നാട്ടിൽ ഏറ്റവും വലിയ തമ്മാടി ഗുണ്ടയായിരുന്നു, മാറാൻ പറ്റും ഏതൊരു തെറ്റും. അത്രയൊന്നും തിന്മ നമ്മളത്തില്ലല്ലോ, അതിലും വലിയൊരു തിന്മയൊന്നും നമ്മളത്തില്ലല്ലോ സഹോദരങ്ങളെ. ആ തിന്മകൾക്ക് ഒരു മാറ്റം കൊണ്ടുവരാൻ നമുക്ക് സാധിക്കുന്ന ഒരുക്കമല്ലേ സഹോദരങ്ങളെ. അതൊക്കെ പിന്നെയാകാം മാറ്റിവെക്കുന്നവർ നമ്മുടെ കൂടെ ഈ പള്ളിയിലുണ്ടായിരുന്ന, കഴിഞ്ഞ റമദാനിലുണ്ടായിരുന്നവർ ഇന്ന് നമ്മുടെ കൂടെ ഇല്ല. ആ പലരുടെയും കബറിനടുക്കൽ ചെന്ന് 2-3 പിടി മണ്ണ് വാരിയിട്ട് കൊണ്ട് തിരിച്ചു പോകുന്ന ആളുകളാണ് നമ്മൾ. സഹോദരങ്ങളെ, ഈ ഒരു ദിവസം ഏതൊരു ദിവസവും മരണത്തിന് മുന്നേ ആയിക്കൊണ്ട് ആ ദിവസങ്ങൾ നമുക്ക് കിട്ടുമോ നമുക്കറിയില്ല സഹോദരങ്ങളെ. തിരിച്ചൊരുങ്ങാൻ, ആ മനസ്സിനെ ഒന്ന് പാകപ്പെടുത്താൻ നമുക്ക് സാധിക്കേണ്ടത് അതിനുള്ള സമയമാണ് റമദാൻ. സഹോദരങ്ങളെ, ഇന്ന് ശഅബാൻ 25 5 ദിവസം കഴിഞ്ഞാൽ ആ റമദാനിലേക്ക് പ്രവേശിക്കും. ആളുകളൊക്കെ പ്രവേശിക്കും, എല്ലാം പ്രവേശിക്കും. നാടും നഗരവും നമ്മുടെ കൂടെയുള്ളവരെല്ലാം എല്ലാം റമദാനിനനുസരിച്ച് കൊണ്ട് അവരുടെ കാര്യങ്ങൾ തീരുമാനിക്കുമ്പോൾ സഹോദരൻ നമ്മൾ മാത്രം ഒറ്റപ്പെട്ടുകൊണ്ട് കൂടികളായിക്കൊണ്ട് എല്ലാവരും ചെയ്യുന്നുണ്ടല്ലോ, അതുകൊണ്ട് ഞാൻ എല്ലാവരുടെ കൂടി ഇങ്ങനെ ചെയ്യാം എന്നുള്ളൊരു മനോഭാവമാണോ സഹോദരങ്ങളെ മാറ്റേണ്ടിയിരിക്കും. വലിയ വില കൊടുക്കേണ്ടി വരും. പരലോകത്തെത്തുമ്പോൾ അതിന് വളരെ വലിയ വില കൊടുക്കേണ്ടി വരുന്ന പല ആളുകൾ സമൂഹത്തിന് പല തിന്മകൾ നൽകുമ്പോൾ, തിന്മകൾ ധാരാളമായിട്ട് നടക്കുന്ന സന്ദർഭത്തിൽ ഇങ്ങനെ പറയും, സമൂഹം മാറട്ടെ എന്നിട്ട് ഞാൻ മാറാനാണ്, സമൂഹത്തിലെ എല്ലാ തിന്മകളും മാറട്ടെ എന്നിട്ട് ഞാൻ മാറാനാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, ഇന്നല്ലാഹ ലാ യുഗയ്യിറു മാ ബിഖൗമിൻ ഹത്താ യുഗയ്യിറു മാ ബിഅൻഫുസികും. നിങ്ങൾ മാറാതെ സമൂഹം മാറില്ല. ഒരു സമൂഹം മാറണമെങ്കിൽ നിങ്ങൾ സ്വയം മാറണം. ഓരോരുത്തർ മാറാൻ തീരുമാനിച്ചാലേ സമൂഹം മാറുള്ളൂ. അല്ലാതെ സമൂഹം മാറിയിട്ട് പിന്നെ ഞാൻ മാറാം, അങ്ങനെ ഒരു അവസ്ഥ അല്ല. ഓരോരുത്തരും മാറണം എങ്കിലേ ആ നമ്മുടെ ജീവിതം ഏറ്റവും നല്ല രൂപത്തിൽ, ആ സമൂഹം ഏറ്റവും നല്ല രൂപത്തിലായി മാറുകയുള്ളൂ എന്ന മാറ്റം വരണം. സ്വയം മാറ്റം ഉണ്ടാക്കണം. ആ മാറ്റത്തിനുള്ള അവസരമാണ് റമദാൻ. അങ്ങനെ റമദാനിൽ മാറ്റം ഉണ്ടാകുക. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുക, യാ അയ്യുഹല്ലദീന ആമനൂ കുതിബ അലൈക്കുമുസ് സിയാമു കമാ കുതിബ അലല്ലദീന മിൻ ഖബ്ലികും ലഅല്ലകും തത്തഖൂൻ. നിങ്ങളുടെ മുമ്പുള്ള ആളുകൾക്കും നിങ്ങൾക്കൊക്കെ നോമ്പ് നിർബന്ധമാക്കിയിട്ടുണ്ട്. എന്തിനു വേണ്ടിയാ? ലഅല്ലകും തത്തഖൂൻ, തഖ്വ ഉണ്ടാകാൻ വേണ്ടിയിട്ടാണ്. നോമ്പൊക്കെ വെച്ചിട്ട് അവസാനം നോമ്പിലുള്ള കാമ്പ് കിട്ടിയെങ്കിലും എന്തിനാണ് നോമ്പ്? അല്ലാഹ് നോമ്പ് നിർബന്ധമാക്കിയാല് ഒരു വിശപ്പറിയാൻ വേണ്ടിയിട്ടല്ല. നാട്ടിലുള്ള ആളുകളുടെ പട്ടിണി അനുഭവിക്കുന്ന ആളുകൾ, ആ പട്ടിണി നമ്മൾ അറിയണം, അതിനാണ് നോമ്പ്. അതിനല്ല സഹോദരയുടെ നോമ്പ്. അതിന് ബാക്കിയുള്ള ദിവസങ്ങളിൽ പട്ടിണി നടന്നാൽ പോലെ ആ പട്ടിണി മക്കാരി, അതിനല്ല നോമ്പ്. തഖ്വ ഉണ്ടാകും. ആ തഖ്വ അറിയണം. അല്ലാഹുവിനെ ഭയപ്പെട്ട് ജീവിക്കാൻ നിങ്ങൾ തുടങ്ങണം.
ഈ റമദാൻ അവസാനിക്കുമ്പോൾ ശവ്വാൽ കൂടി കാണുന്നത് മുതൽ നിങ്ങളുടെ മനസ്സിലൊരു മാറ്റം വരണം. ആ മാറ്റം ജീവിതത്തിൽ പ്രകടമായി ഭാര്യക്കും മക്കൾക്കുമെല്ലാം തോന്നണം. എൻ്റെ ഉപ്പക്കെന്തൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, എൻ്റെ ഉമ്മക്കെന്തൊരു മാറ്റം വന്നിട്ടുണ്ടല്ലോ, തോന്നണം സഹോദരങ്ങളെ. നമ്മളെ കുറിച്ച് അങ്ങനെ തോന്നിയാൽ വിജയിച്ചു. ആ റമദാൻ കൊണ്ട് വിജയം നേടിയ ആളുകളുടെ കൂട്ടത്തിൽ നമ്മൾ പെട്ടുന്നാണ്. നമ്മൾ എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? തഖ്വ എന്ന് പറഞ്ഞാൽ അല്ലാഹനെ സൂക്ഷിക്കണം. അലി റളിയല്ലാഹു അൻഹു ചോദിക്കുന്നുണ്ട്, മത്തഖ്വ, എന്താണ് തഖ്വ എന്ന് പറഞ്ഞാൽ? അലി റളിയല്ലാഹു അൻഹു പറഞ്ഞു, അത്തഖ്വ ഹിയൽ ഖൗഫു മിനൽ ജലീൽ, അല്ലാഹുവിനെ ഭയപ്പെടുക. ഒന്നാമത്തെ കാര്യം അല്ലാഹനെ ഭയപ്പെടുക. വൽ അമലു ബിത്തൻസീൽ, ഇറക്കപ്പെട്ട കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ പ്രവർത്തിക്കുക. എന്താ ഇറക്കപ്പെട്ടത്? ഖുർആനും സുന്നത്തും. അത് വെച്ച് നിങ്ങൾ പ്രവർത്തിക്കുക എന്നാണ്. വല്യബാബിൽ ഖലീൽ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കുക. എന്ത് കിട്ടിയാലും അസൂയയും മറ്റു കാര്യങ്ങളും വെച്ചുകൊണ്ട് തൃപ്തിയില്ലാതെ ജീവിക്കുക, തൃപ്തിപ്പെട്ട് ജീവിക്കുക. നാളെ പുറപ്പെടേണ്ട ആ യാത്രക്ക് മരണത്തിന് മുന്നേ ആയിക്കൊണ്ട് തയ്യാറാകണം. ആ മരണത്തിന് വേണ്ടി തയ്യാറാകും. ഇതാണ് തഖ്വ. 4 കാര്യങ്ങളാണ്. 4 കാര്യമുണ്ടോ അത് തഖ്വ. ഇതൊന്നുമില്ലേ, ഒരു കാര്യം ഒഴിവായാൽ തഖ്വ ഒഴിവായി. ഒന്നാമത്തെ കാര്യം അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കാനാണ്. ഭയം വേണം. അല്ലാഹനെ ഭയപ്പെട്ട് ജീവിക്കുക എന്ന് പറഞ്ഞാൽ പിന്നെ ഒരാൾക്ക് അങ്ങനെ തിന്മയിലേക്ക് പോകാൻ പറ്റുക. അയാളെ സംബന്ധിച്ചിടത്തോളം രഹസ്യത്തിലും പരസ്യത്തിലും അല്ലാഹനെ ഭയമുണ്ടെങ്കിൽ, കള്ള കാണുന്നുണ്ട്, അറിയുന്നുണ്ട് എന്ന് അറിയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഒരു തിന്മ വരില്ലല്ലോ. അയാളെ സംബന്ധിച്ചിടത്തോളം തിന്മ വരില്ല, ഒരിക്കലും അയാൾ തിന്മ വരില്ല. ഓരോ നിമിഷത്തിലും അയാൾ തിന്നുന്നിടത്തും നടക്കുന്നിടത്തും നോക്കുന്നിടത്തും കാണുന്നിടത്തും എല്ലായിടത്തും അയാൾ അല്ലാഹുവിനെ ഓർക്കും. ഒരു തിന്മ അയാളിൽ കടന്നു വരില്ല എന്നാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഒരിക്കൽ കടന്നുറങ്ങാൻ വീട്ടിലിങ്ങനെ ഉറങ്ങണ സന്ദർഭത്തിൽ ഒരു ഉറക്കപ്പിച്ചിലാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന കട്ടിലിന്റെ അവിടെ വെച്ചൊരു ഈത്തപ്പഴം കിട്ടിയെന്നാണ് ഹദീസിൽ കാണാം. തഹ്ത ജൻബിഹി മിനൽ ലൈൽ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കിടക്കുന്ന ആ ഒരു കട്ടില് കിടക്കുന്നതിന്റെ അടിയിൽ നിന്ന് ഒരു ഈത്തപ്പഴം കിട്ടിയെന്നാണ്. റസൂലുള്ളാഹിന്റെ വീട്ടിലാണ്, വീട്ടിൽ കിടക്കുന്ന കട്ടിലിൽ റസൂലുള്ളാഹി കിടക്കുമ്പോൾ അതിന്റെ അടിയിൽ നിന്നൊരു ഈത്തപ്പഴം കിട്ടിയെന്നാണ്. ഫഅകലഹ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഭക്ഷിച്ചു. ഭക്ഷിച്ച ശേഷം പിന്നീട് ഫലം റസൂലുള്ളാഹിക്ക് പിന്നെ ഉറക്കം വരുന്നില്ല. റസൂലുള്ളാഹി ഉറക്കപ്പിച്ചിലെടുത്തത് കഴിച്ചതാണ്. സ്വന്തം കട്ടിലൊരു ഈത്തപ്പഴം വേറെ ഒന്നും വരില്ലല്ലോ. റസൂലുള്ളാഹി അത് എടുത്ത് കഴിച്ചു. പിന്നെ റസൂലുള്ളാഹിക്ക് ഉറക്കം വരുന്നില്ല രാത്രിനാണ്. റസൂലുള്ളാഹി ഉറക്കം വരാതെ ആ രാത്രി മുഴുവൻ കഴിച്ചു കൂട്ടി. അവസാനം പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയോട് ആയിഷ റളിയല്ലാഹു അൻഹ ചോദിക്കുന്നുണ്ട്, ഇന്നി വജദതു റസൂലേ അരിഖത്തൽ ബാരിഹ, താങ്കൾ ആ ഉറക്കം മുഴുവൻ താങ്കൾക്ക് നഷ്ടപ്പെട്ടിട്ടുണ്ടല്ലോ, എന്തേ താങ്കളുടെ ഉറക്കം നഷ്ടപ്പെടാൻ കാരണമായി? പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഇന്നി വജദതു തംറതൻ, ഞാനൊരു കാരക്ക കണ്ടു. ഫഅകൽതുഹ, ഞാനതിനെ ഭക്ഷിച്ചു. വകാന ഇൻദനാ തംറൻ മിൻ തംറിൻ മിനസ് സദഖ, അതാ സദഖ എന്നുള്ള കാരക്കയാണോ ഞാൻ ഭയപ്പെടുന്നു എന്നാണ്. പ്രവാചക കുടുംബത്തിന് സദഖ ഭക്ഷിക്കാൻ പറ്റില്ല. ഹദിയായിക്കൊണ്ട് ആരെങ്കിലും നൽകിയാൽ അത് ഭക്ഷിക്കാം. സദഖയായിക്കൊണ്ട് റസൂലുള്ളാഹി ആരെങ്കിലും കൊണ്ടുവന്നാൽ റസൂലുള്ളാഹി മറ്റുള്ള ആളുകൾക്ക് വീതിച്ചു കൊടുക്കും. റസൂലിന്റെ കുടുംബത്തിന് അത് ഭക്ഷിക്കാൻ പാടില്ല. റസൂലുള്ളാഹിക്ക് ഭയപ്പാടാണ്. ആ കഴിച്ചു പോയതിനാണ് അതൊരു സദഖയിൽ നിന്നുള്ള സമ്പത്തായിരുന്നു, ഈത്തപ്പഴമായിരുന്നു ഞാൻ കഴിച്ചത്. റസൂലുള്ളാഹി ഭയപ്പെട്ടു എന്നാണ്. അവരുടെ ഇതാണ് തഖ്വ. ഏത് തിന്നുന്ന സമയത്തും അത് ഹലാലാണോ ഹറാമാണോ ചിന്തിക്കണം. നടക്കുന്ന സമയത്ത് ഞാൻ നടക്കുന്നത് ഹറാമിലേക്കാണോ ഹലാലിലേക്കാണോ ചിന്തിക്കണം. ഓരോ നിമിഷത്തിലും അല്ലാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് ചിന്തിച്ച് ആ ഒരു രീതിയിലേക്ക് നമ്മുടെ ജീവിതം മാറ്റണം. അപ്പോഴേ തഖ്വ ഉണ്ടാകൊള്ളുന്നതാണ്. മാത്രമല്ല സഹോദരങ്ങളെ, അബ്ദുല്ലാഹി ഇബ്നു ഉമർ റളിയല്ലാഹു അൻഹു അദ്ദേഹവും തൻ്റെ അടിമയും മൗലയുമായ വ്യക്തി അവർ രണ്ടുപേരും നടന്നു പോകുന്ന സന്ദർഭത്തിൽ ഒരു ആട്ടിടയനെ കണ്ടു. ആട്ടിടയൻ ധാരാളം ആടുകളുമായി കൊണ്ട് നടന്നു പോകുന്ന സന്ദർഭത്തിൽ അദ്ദേഹം ചോദിക്കുന്ന ഒരു ചോദ്യം, ഹൽ ഇൻദക ജസ്റത്ത്, നിങ്ങളത് അറുക്കാൻ വേണ്ടിയിട്ടുള്ള വല്ല ആടുകളുണ്ടോ? ധാരാളം ആടുകളുണ്ടല്ലോ, ഒന്നിനെ അറുക്കാൻ വേണ്ടി തരുമെന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു, ലൈസ ഹാഹുന റബ്ബുഹ, ഇതിന് ഉടമസ്ഥൻ ഞാനല്ല, അദ്ദേഹം ഇവിടെ ഇല്ല എന്ന് പറയും. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എന്നെ ഒന്ന് തന്നൂച്ചിട്ട് എന്താ പ്രശ്നം? തഖൂലു അത് ചെന്നായി തിന്നൂന്ന് പറഞ്ഞാൽ പോലെ, ഉടമസ്ഥൻ വരുന്ന സമയത്ത് അത് ചെന്നായി തിന്നൂന്ന് പറഞ്ഞാൽ എന്താ അതിനൊരു പ്രശ്നം എന്നാണ്. ആ സമയത്ത് ആകാശത്തേക്ക് അദ്ദേഹം ഉയർത്തി, തല ഉയർത്തി അദ്ദേഹം നോക്കിക്കൊണ്ട് പറഞ്ഞു, ഫൈനല്ല, യജമാനോട് വേണമെങ്കിൽ അത് ചെന്നായി തിന്നൊക്കെ പറയാം, പക്ഷെ അള്ളാഹിനോട് ഞാൻ എന്ത് പറയും? അള്ളാഹുവിനോട് ഈ ചെന്നായെ ഞാൻ നിങ്ങൾക്ക് തന്നാൽ ഞാൻ എൻ്റെ ഉടമസ്ഥനോട് കളവ് പറഞ്ഞാലും അള്ളാഹുവിനോട് എന്ത് പറയും? അതാണ് തഖ്വ. ഏത് സമയത്താണ്
അള്ളാഹുവിനെ ഓർത്തുകൊണ്ട് ആ അള്ളാഹു സുബ്ഹാനഹു വ തആല എല്ലാം അറിയും, എന്റെ കണ്ടനാടിയേക്കാൾ അവൻ എന്നോട് അടുത്തവനാണെന്നൊരു ബോധം ഉണ്ടെങ്കിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം തഖ്വ ഉണ്ട് എന്നാണ് ഒന്നാമത്തെ കാര്യം. അള്ളാഹനെ ഭയപ്പെടുക, ആ ഹൃദയത്തിലുണ്ടാകും. തഖ്വ ഇവിടെ ഹൃദയത്തിലുണ്ടാകും. ചില ആൾക്കാരൊക്കെ പറയും തഖ്വ എന്നൊക്കെ പറഞ്ഞാൽ ചില ആൾക്കാർ നോക്കിയിട്ട് പറയല്ലേ ഇയാൾ നല്ല മുത്തഖിയാണോ എന്ത് നോക്കിയിട്ടായി പറയുന്നത്, താടി തൊപ്പി വസ്ത്രമൊക്കെ നോക്കിയിട്ടാണ് തഖ്വ, അയാൾ മുത്തഖിയാണെന്ന് പറയാൻ സാധിക്കൂല. അയാളുടെ മനസ്സിലുള്ള ഹൃദയത്തിൽ അയാൾ തോന്നണം. ആ ഹൃദയത്തിലുള്ള ചിന്തകൾക്കാണ് തഖ്വ എന്ന് പറയുന്നത്. രണ്ടാമത്തേത് അത്തൻസീൽ, ഇറക്കപ്പെട്ടത്, അൽ അമലു ബിത്തൻസീൽ, ഇറക്കപ്പെട്ടത് വെച്ച് പ്രവർത്തിക്കണം എന്നാണ്. എന്ത് ഇറക്കപ്പെട്ടത്? അല്ലാഹു സുബ്ഹാനഹു വ തആല ഇറക്കിയതാണ് ഖുർആൻ. പ്രവാചകൻ ഇറക്കപ്പെടുത്തി കൊടുത്തതാണ് സുന്നത്ത്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞ കാര്യങ്ങളും അനുസരിച്ച് കൊണ്ടായിരിക്കണം പ്രവർത്തനം. അതാണ് തഖ്വ. അല്ലാത്ത ഒന്നും തഖ്വയല്ല. അത് നിസ്കാരമാണെങ്കിലും നോമ്പാണെങ്കിലും പ്രാർത്ഥനയാണെങ്കിലും അതൊന്നും തഖ്വയിൽ പെട്ടതല്ല. തഖ്വ എന്ന് പറഞ്ഞാൽ അത് അല്ലാഹുവും റസൂലും പറഞ്ഞതായിരിക്കണം. ഓരോ ഈ റമദാനിലൊക്കെ എത്ര ആൾക്കാരാണ് തഖ്വന്റെ പേര് പറഞ്ഞ ഓരോ ആളുകൾ പല പ്രവർത്തനങ്ങളാണ്. ഓരോ പ്രവർത്തനങ്ങൾ, ആദ്യത്തെ പത്തിലൊരു പ്രാർത്ഥന, രണ്ടാമത്തെ പത്തിലൊരു പ്രാർത്ഥന, മൂന്നാമത്തെ പത്തിലൊരു പ്രാർത്ഥന. നിസ്കാരം കഴിഞ്ഞ് ചൊല്ലി എല്ലാവരും ഓരോ പറയുന്നു, ബാക്കിൽ നിന്നിട്ട് എല്ലാവരും കൂട്ടത്തോടെ പറയും. ആര് പഠിപ്പിച്ചു? റസൂൽ പഠിപ്പിച്ചു. ഒന്നാമത്തെ പത്തിലൊരു പ്രാർത്ഥന, രണ്ടാമത്തെ പത്തിൽ മറ്റൊരു പ്രാർത്ഥന, മൂന്നാമത്തെ പത്തിൽ മറ്റൊരു പ്രാർത്ഥന. ആര് പഠിപ്പിച്ചു? ആരും പഠിപ്പിച്ചിട്ടില്ല. ഇതൊന്നും ഖുർആന്റെ സുന്നത്തിൽ ഇല്ലാത്തതാണ്. അതൊക്കെ പിന്നീട് ഉണ്ടാക്കപ്പെട്ടതാണ്. ഇതൊന്നുമില്ല. അതൊക്കെ നമുക്ക് പ്രാർത്ഥിക്കാം ധാരാളമായി. ഒറ്റയ്ക്കിരുന്നുകൊണ്ട് ഏത് പ്രാർത്ഥനയും റമദാനിൽ പ്രാർത്ഥിക്കാം. പ്രത്യേകമായ പ്രാർത്ഥന, അത് എന്റെ കൂലിയുണ്ടെന്ന് പ്രാർത്ഥിക്കാം, എന്റെ സമയമുണ്ടെന്ന് പറയാം. ഇതൊന്നും പറ്റൂല. അതിനൊക്കെ റസൂല് പ്രത്യേക സമയം നിശ്ചയിച്ചതിന് മാത്രമേ അങ്ങനെ പറയാൻ പറ്റുള്ളൂ. അല്ലാഹു റസൂല് പറഞ്ഞതിന് വിപരീതമായി കൊണ്ട് എന്ത് പ്രവർത്തനമുണ്ടോ അതൊക്കെ തഖ്വക്ക് വിപരീതമാണെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയല്ലേ. അത് ബിദ്അത്തായ കാര്യമാണെന്നാണ്. ബിദ്അത്താകട്ടെ, ഹറാമാകട്ടെ, ഹറാമായ കാര്യങ്ങൾ റമദാനിലും ഹറാമായ കാര്യങ്ങൾ ചെയ്യാം. എന്ത് ഈ ഹറാമായ കാര്യം? റുബ്ബ സ്വാഹിമുൻ ലൈസ ലഹു മിൻ സിയാമിഹി. ചില ആൾക്കാർ നോമ്പ് നോക്കുന്നുണ്ട്, അവർക്ക് നോമ്പ് സ്വീകരിക്കപ്പെടുന്നില്ല. ഇല്ല ജൂ, അവർക്ക് അതുകൊണ്ട് കിട്ടിയത് വിശപ്പ് മാത്രം. ഒരു കുറെ വിശന്നു അല്ലാതെ വേറൊന്നും അതുകൊണ്ട് അവർക്ക് കിട്ടിയിട്ടില്ല എന്നാണ്. ചില ആളുകൾ ധാരാളം നിസ്കരിച്ചിട്ടുണ്ട്, ക്ഷീണമല്ലാതെ വേറൊന്നും കിട്ടിയിട്ടില്ല എന്നാണ്. എന്റെ സഹോദരങ്ങളെ, നാവിനെ സൂക്ഷിച്ചിട്ടില്ല, കണ്ണുകളെ സൂക്ഷിച്ചിട്ടില്ല, കേൾവികളെ സൂക്ഷിച്ചിട്ടില്ല എന്നാണ് റസൂലുള്ളാഹി പറഞ്ഞു. മല്ലം യദഅ ഖൗല അസ്സൂർ വൽ അമൽ ബിഹി, അനാവശ്യമായ സംസാരങ്ങളും പ്രവർത്തനങ്ങളും ആരും ഒഴിവാക്കിയിട്ടില്ലതോ ഫലൈസ ലില്ലാഹി ഹാജതൻ ബിഅൻ യദഅ തഅമഹു വശറബഹു. ഓന്റെ നോമ്പ് അല്ലാഹുവിന് ആവശ്യമില്ല. ഭക്ഷണം ഒഴിവാക്കി, അത് വെള്ളം ഒഴിവാക്കി, അതൊന്നും അല്ലാഹു പരിഗണിക്കൂല. അല്ലാഹുക്ക് തഖ്വ വേണം. നിങ്ങളുടെ പ്രവർത്തനങ്ങൾ എല്ലാം നന്നാകണം. കേൾക്കുന്ന വാക്കുകളും പ്രവർത്തനങ്ങളും എല്ലാം നന്നാകണം. ചില ആളുകൾക്ക് വല്ലാതെ തീവ്രതയും എന്താ മനസ്സിലായി, നോമ്പൊക്കെ മുറിയുന്ന ഓരോ കാര്യങ്ങളും ഇങ്ങനെ നന്നായി സൂക്ഷിക്കും. എല്ലാ കാര്യങ്ങളും എന്ത് ചെയ്യും? സൂക്ഷിക്കും. ആ വെള്ളം ഇങ്ങനെ അറങ്ങുന്നുണ്ടോ, ഗുഹൊക്കെ എടുത്തു കഴിഞ്ഞാൽ എന്ത് ചെയ്യും? ചില ആൾക്കാർ വായിൽ വീണ്ടും വീണ്ടും വെള്ളം വരും. ഇങ്ങനെ പോയി തുപ്പൻ അതുപോലെ അതിൻ്റെ ആവശ്യമില്ല. ഒരു വട്ടം തുപ്പിയാൽ പോകൂലേ? ആ വെള്ളം പിന്നെ വന്നാലത് ഇറക്കാം, അതൊന്നും പ്രശ്നമല്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നമുക്ക് കഴിയുന്നതേ അല്ലാഹു പറഞ്ഞിട്ടുള്ളൂ. അല്ലാഹു കഴിയുന്നതേ പറഞ്ഞിട്ടുള്ളൂ. ചില ആൾക്കാരൊന്നും പല്ലേക്കൂല, നോമ്പായാലും പല്ലേക്കൂല. എന്തേ കാരണം? അല്ലാഹുക്ക് ഒരു നോമ്പുകാരന്റെ ആ വായുള്ള ദുർഗന്ധം അത് അല്ലാഹുക്ക് ഏറ്റവും ഇഷ്ടമാണ്. അത് പറഞ്ഞിട്ടാണ് ചില ആൾക്കാർ പല്ലേക്കാത്തത്. അവിടെ അതിനൊരു വിശദീകരണം ഉണ്ട്. എന്റെ പണ്ഡിതന്മാര് പറഞ്ഞത് ആ മണം എന്ന് പറഞ്ഞാൽ പല്ലേക്കാത്ത മണമല്ല. ഏതൊരാളും ഭക്ഷണം കഴിക്കാതിരുന്ന ആമാശയത്തിൽ ഒരു മണം വരാൻ, ഒരു സുഗന്ധം, ഒരു ദുർഗന്ധം വരാൻ, അത് അള്ളാഹുവിന്റെ ഏറ്റവും നല്ല സുഗന്ധമായിരുന്നു. അള്ളാഹ്ക്ക് ഏറ്റവും ഇഷ്ടമാണ്. അതിനെ പറയാം. അല്ല പല്ലേക്കാതിരിക്കണം. പല്ലേക്കാതിരിക്കണമെങ്കിൽ റസൂലിന്റെ കൽപ്പന. റസൂൽ എല്ലാ സമയത്തും പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ പല്ലേച്ചോ, വുദു എടുക്കും പല്ലേച്ചോ, നിസ്കാരത്തിൽ പോയി പല്ലേച്ചോ, ഏത് സമയത്തും പല്ലേച്ചോ. അത് അള്ളാഹിന്റെ റിളയെ തൃപ്തിയെ നിങ്ങൾക്ക് നേടിത്തരുന്നാൽ. അതൊരു നോമ്പുകാരന് പ്രത്യേകം പറ്റൂല എന്ന് പറഞ്ഞിട്ടില്ല. നോമ്പുകാരന് പറ്റാതെന്ന് പറഞ്ഞിട്ടുണ്ട്. അത് നിങ്ങൾ വുദു എടുക്കുന്ന സമയത്ത് മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റും. അത് ഏത് സമയത്ത് ചെയ്യണം? ഇല്ല റമദാൻ ഇല്ല സിയാം, നോമ്പുകാരൻ ഒഴിയണം. നോമ്പുകാരനെ സംബന്ധിച്ചോളം അതാണ് വെള്ളം മൂക്കിലേക്ക് വെള്ളം കയറ്റി ചീറ്റിയാൽ ഒരു പക്ഷേ ഒരു തുള്ളിയെങ്കിലും അത് ഉള്ളിലേക്ക് എത്താണ്. അതുകൊണ്ട് ദാഹം തീരുന്നു, പക്ഷെ നോമ്പ് പറയാൻ സാധ്യത. അതുകൊണ്ടാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നോമ്പുകാരനല്ലാത്തവർ എല്ലാവരും മൂക്കിൽ വെള്ളം കയറ്റി ചീറ്റട്ടെ എന്നാണ്. അതുകൊണ്ട് സഹോദരങ്ങളെ, അതിലെല്ലാം തീവ്രതയാണ്. ബാക്കിയുള്ള കാര്യങ്ങളിൽ ഇസ്ലാം പറഞ്ഞ ചില കാര്യങ്ങളുണ്ട്, അതിലൊക്കെ നല്ല തീവ്രത വേണമെന്നാണ്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇദാ കാന അഹദുകും സായിമ, നിങ്ങളിൽ ആരെങ്കിലും നോമ്പ് നോൽക്കുകയാണെങ്കിൽ ഫലാ യർഫു,
ലൈംഗികപരമായി കൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അയാളിൽ ഉണ്ടാകാൻ പാടില്ല. വലാ യജ്ഹൽ, അവിവേകികരമായി കൊണ്ട് അവിവേകികളെ പോലെ നിങ്ങൾ പെരുമാറാൻ പാടില്ല. ഇത് അവിവേകികളെ പോലെ പെരുമാറാൻ, ഒരു നോമ്പുകാരനെ കണ്ടാൽ അത് നോമ്പുകാരനാണ് തോന്നണം. ഉമർലാന്റെ സദസ്സിൽ ഒരിക്കൽ എന്ത് ചെയ്യുന്നുണ്ട്, ആളുകൾ ഒരു മനുഷ്യൻ വരുന്നുണ്ട്. ഉമർലാന്റെ സദസ്സ് എന്നൊക്കെ പറഞ്ഞാല് എല്ലാവർക്കും ഓടിച്ചെന്ന് കയറാൻ പറ്റില്ല. എല്ലാവരും ഓടിച്ചെന്ന് കയറാൻ പറഞ്ഞാല് ഉമർലാന്റെ സദസ്സിന്റെ പ്രത്യേകത, എല്ലാവരും അടുത്തിരിക്കുന്ന ആളുകൾ ഖുർആനുകളായിരിക്കും. ഖുർആൻ പഠിച്ച ആളുകളെ അടുത്തിരിക്കുള്ളൂ, അല്ലാത്ത ആൾക്കാരൊക്കെ പിന്നെ പോയിരിക്കും. ഒരു പേടിയാണ്. ഉമർലാന്റെ അടുത്തേക്ക് ചെന്നാല് ബാക്കിയുള്ള ആൾക്കാർക്ക് ചെല്ലണ പോലെ ആവില്ല. ആ ഖുർആനുകൾ അടുത്ത് കൂടി എന്ത് ചെയ്യാണ്, ഈ ഖുർആനിലുള്ള ഒരാളുടെ ഒരു സുഹൃത്ത് കയറി ചെല്ലാണ്. അപ്പൊ അദ്ദേഹത്തിന്റെ പരിചയം വെച്ചിട്ട് അദ്ദേഹം കയറി ചെന്നാണ്. എന്നിട്ട് ഉമർലാനോട് എന്താ പറയണത്, യാ ഉമർ നീതി കാണിക്കണം ഉമർ, ഞങ്ങൾക്കൊന്നും തരുന്നില്ല, ധാരാളം ഖജനാവുണ്ട്, ഞങ്ങൾക്കൊന്നും തരുന്നില്ല, നീ നീതി കാണിക്കണം. ആരോടായി പറയുന്നത്? ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനോടാണ് പറയുന്നതാണ്. അവിടെ ഉണ്ടായിരുന്ന സുഹൃത്ത് അദ്ദേഹത്തോട് ഉമർലാനോട് പറയുന്നുണ്ട്, വഅലു അനിൽ ജാഹിലിൻ, അള്ളാഹുവിന്റെ റസൂൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞിട്ടുണ്ട്, ജാഹിലികളെ തൊട്ട് അവിവേകികളെ തൊട്ട് ഉമറെ താങ്കൾ ഒഴിവാക്കണം. അല്ലാഹു സുബ്ഹാനഹു വ തആല വിശുദ്ധ ഖുർആനിൽ പറഞ്ഞിട്ടുണ്ട്, അവിവേകികളെ തൊട്ട് പിന്മാറണം, അവരെ ഒഴിവാക്കിക്കളയും. ഉമർലാന്റെ പ്രത്യേകത ഖുർആൻ പറഞ്ഞ അവിടെ നിന്നു, പിന്നെ വേറെ വർത്താനം ഉണ്ടാവില്ല. ഉമർലാൻ അവിടെ നിന്നു. ആ കാരണം കൊണ്ട് അദ്ദേഹത്തെ വെറുതെ വിട്ടുന്നാണ്. അതാണ് ജാഹിലികൾ, അവിവേകികൾ എന്നാണ്. അത്തരത്തിലുള്ള ഒരു പ്രവർത്തനങ്ങൾ ഏതെങ്കിലും ആളുകൾ തർക്കിക്കുക, വെറുതെ തർക്കിക്കുക, ഇതൊരു നോമ്പുകാരനെ പറ്റൂലാണ്. മാത്രമല്ല വലാ യസ്ഹബ്, ബഹളം ഉണ്ടാക്കുക. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രത്യേകത പറയുന്നത് കാണാം, പ്രവാചകൻ ഒരിക്കലും ബഹളം ഉണ്ടാക്കൂല, ആളുകൾക്ക് ഇടയിൽ പോയിട്ട് ബഹളം ഉണ്ടാക്കൂല എന്നാണ്. ബഹളം ഉണ്ടാക്കുക, വെറുതെ അങ്ങാടിയിലേക്ക് ഇറങ്ങിക്കൊണ്ട് ഒച്ചത്തിൽ വർത്താനം പറഞ്ഞിട്ട് എന്ത് ചെയ്യുക, ഒരു ബഹളം ഉണ്ടാക്കുന്ന സ്വഭാവം, അതൊരു നോമ്പുകാരന് പറ്റൂലാണ്. വലാ യഫ്സിഖ്, തെമ്മാടിത്തരം, അത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഒരു നോമ്പുകാരന് പറ്റില്ല. വലാ യുഅ്തി അഹദ, ഒരാളെയും ആക്രമിക്കാൻ പറ്റില്ല. ഇതാണ് നോമ്പ്. നോമ്പ് ഇതാണ്, മറ്റുള്ള ആളുകളെ ആക്രമിക്കാനും പാടില്ല, ഒരു തരത്തിലും പ്രയാസപ്പെടുത്താൻ പാടില്ല. ഇത്തരത്തിലുള്ള ആളുകളാണ് നോമ്പ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫഇൻ സാബഹു അഹദൻ, ഇനി എങ്ങാനും ഒരാളെ നിങ്ങൾ പ്രയാസപ്പെടുത്തി ചീത്ത പറഞ്ഞാൽ, ഔ ഖാതലഹു, അയാളെ ആക്രമിച്ചാൽ, ഫല്യഖുൽ, നിങ്ങൾ പറയണം, ഇന്നി സ്വാഹിബ്, ഞാൻ നോമ്പുകാരനാണ്, ഞാൻ നോമ്പുകാരനാണ് എന്ന് നിങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കണമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു എന്നാണ്. അതാണ് സഹോദരങ്ങളെ, ഖുർആനും സുന്നത്തും അനുസരിച്ച് എല്ലാ കാര്യങ്ങളിലും അതാണ് ആ പ്രവർത്തനങ്ങൾ നോമ്പിൽ ഉണ്ടാകണം. അപ്പോഴേ തഖ്വ ഉണ്ടാകും. അള്ളാഹനെ ഭയപ്പെട്ടുകൊണ്ട് അള്ളയും റസൂലും പറഞ്ഞ കാര്യങ്ങൾ ചെയ്യുന്നിടത്താണ് തഖ്വ. മൂന്നാമത്തേത് വൽ അമൽ വൽ ബിൽ ഖലീൽ, കിട്ടിയത് കൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കണം. ഏത് കാര്യങ്ങൾ കിട്ടിയാലും ഒരു അസൂയ വെച്ചുകൊണ്ട് മറ്റുള്ളവർ ഇത്ര കിട്ടി എനിക്കത്ര കിട്ടിയില്ലല്ലോ എന്നൊരാൾ ചിന്തിച്ചുകൊണ്ട് ജീവിക്കാൻ തീരുമാനിച്ചാൽ അയാൾക്ക് സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. അയാളെ സ്വസ്ഥമായിട്ട് ജീവിക്കാൻ പറ്റും. തൊട്ടടുത്തൊരാൾ ഒരു കാർ മേടിച്ചാൽ അയാളെ മനസ്സിൽ അസ്വസ്ഥതയാണ്. നല്ലൊരു വീട് മേടിച്ചാൽ അയാൾക്ക് അസ്വസ്ഥതയാണ്. ഏത് കാര്യത്തിലും അസ്വസ്ഥതയോടുകൂടി ജീവിക്കേണ്ടേ. ജീവിതകാലം അയാൾക്ക് സ്വസ്ഥത ഉണ്ടാവും. അതുകൊണ്ടാണ് പറയുന്നത്, കിട്ടിയത് കൊണ്ട് നിൽക്കുക. അല്ല എന്താണ് നമുക്ക് തന്നത്? നിങ്ങളെ കുട്ടികളും മക്കളൊക്കെ ആയിട്ട് ഒരു സമാധാനത്തോടു കൂടി ജീവിക്കാനുള്ള ഒരു വകയിൽ നിങ്ങൾക്കുണ്ടോ എങ്കിൽ അതുകൊണ്ട് തൃപ്തിപ്പെട്ട് ജീവിക്കാം, അൽഹംദുലില്ലാഹ് എന്ന് പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ സാധിച്ചാൽ അതാണ് തഖ്വ. വലിസ്തിഅദാദു ലിയൗമിർ റഹീൽ, നാളെയുള്ള യാത്രയുടെ ലോകം കൊണ്ട് മരണത്തും ആ മരണം വന്ന് കൊണ്ടുപോകുമ്പോൾ അതിനു മുമ്പേയുള്ള ജീവിതം അത് അതിനു വേണ്ടി മരണത്തിന് വേണ്ടി കൊണ്ട് തയ്യാറാകണം. ആ ജീവിതത്തിന് വേണ്ടി തയ്യാറായിക്കൊണ്ട് പണിയെടുക്കുക എന്നുള്ളതാണ് തഖ്വ എന്ന് അലി അബീ ത്വാലിബ് റളിയല്ലാഹു അൻഹു പറഞ്ഞതായിക്കൊണ്ട് കാണാൻ സാധിക്കും. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ റമദാൻ എന്ന് പറഞ്ഞാൽ ആ തഖ്വക്ക് വേണ്ടിയായി. ആ തഖ്വ റമദാൻ അവസാനിക്കുന്നതോടുകൂടി നമ്മൾ കൈവരിച്ചിരിക്കണം. അതുകൊണ്ട് അതിനുള്ള പണിയായിരിക്കണം ഈ ഉള്ള ദിവസങ്ങൾ നമ്മൾ എടുത്തുകൊണ്ട് ആ റമദാനിലേക്ക് പ്രവേശിക്കാൻ ഏറ്റവും നല്ലൊരു തയ്യാറെടുപ്പ് നടത്തേണ്ടത്. അല്ലാഹു സുബ്ഹാനഹു വ തആല അത്തരത്തിലുള്ള ഒരു യഥാർത്ഥ തയ്യാറെടുപ്പ് നടത്തുന്ന യഥാർത്ഥ മുത്തഖീങ്ങളിൽ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വൽആഖിബത്തു ലിൽമുത്തഖീന വലാ ഉദ്വാന ഇല്ലാ അലൽ ളാലിമീൻ. അല്ലാഹുവിനെ സൂക്ഷിച്ചുകൊണ്ട് ജീവിക്കണമേ എന്ന് ഒരിക്കൽ കൂടി ഉണർത്തുകയാണ്, വസിയത്ത് ചെയ്യുകയാണ്. അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു മനുഷ്യനെയും നരകത്തിൽ ഇടണമെന്ന് അവൻ ഉദ്ദേശമില്ല. ഒരാളെ നരകത്തിൽ അള്ളാഹു പ്രവേശിപ്പിക്കുന്നുണ്ട് എങ്കിൽ അത് അയാളുടെ കയ്യിലിരിപ്പ് കൊണ്ട് മാത്രം. അല്ലാഹു സുബ്ഹാനഹു വ തആല പരമാവധി അയാളെ നന്മയിലേക്ക് എങ്ങനെ കൊണ്ടുപോകണം അതെല്ലാം നൽകുന്നുണ്ട്. ഏത് സമയത്തും അയാളെ ശുദ്ധീകരിച്ചു കൊണ്ടിരിക്കുന്നതാണ്. നിങ്ങൾ ഈ വരുന്ന നമസ്കാരം ഉണ്ടല്ലോ,
ഈ നമസ്കാരങ്ങൾക്ക് നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കപ്പെടുന്നുണ്ട്. ഓരോ കാലടിക്കും നിങ്ങളുടെ പാപങ്ങൾ പൊറുക്കുന്നുണ്ട്. നിങ്ങൾ വുളു എടുത്തപ്പോൾ നിങ്ങൾക്ക് ഉദ്ദേശം ഉണ്ടായിരുന്നെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ അത് കൊഴിഞ്ഞു പോയിട്ടുണ്ട്. ഓരോ വഖത്ത് നമസ്കാരങ്ങൾക്കിടയിലുള്ള പാപങ്ങൾ അത് ഓരോ വഖത്ത് നമസ്കാരങ്ങൾക്കിടയിൽ അല്ലാഹ് പുറത്തു തരുന്നുണ്ട്. ഓരോ ജുമുഅ നമസ്കാരങ്ങളും ഈ ജുമുഅ മുതൽ അടുത്ത ജുമുഅ വരെയുള്ള സമയം അല്ലാഹ് നിങ്ങൾ കൃത്യമായി ഇഖ്ലാസോട് കൂടിയാണ് ഇതൊക്കെ ചെയ്യുന്നതെങ്കിൽ നിങ്ങളുടെ പാപങ്ങൾ പുറത്തു തരുന്നതാണ്. ഒരു റമദാൻ മുതൽ അടുത്ത റമദാൻ വരെ എത്ര പാപങ്ങൾ നിങ്ങൾ വന്നു പോയിട്ടുണ്ടോ അല്ലാഹ് പുറത്തു തരും, എല്ലാം പുറത്തു തരും. അതിന് അല്ലാഹു സുബ്ഹാനഹു വ തആല നിശ്ചയിച്ച മറ്റൊരു മാർഗ്ഗമാണ് ഈ റമദാനിലെ നോമ്പ് എന്നാൽ. ഒരാൾ നോമ്പ് നോറ്റാൽ അയാളുടെ മുഖത്തെ നരകത്തിൽ നിന്ന് 70 വർഷത്തോളം അല്ലാഹു സുബ്ഹാനഹു വ തആല അകറ്റുന്ന, നരകത്തിൽ നിന്ന് അകറ്റും. അത്രയും വർഷത്തോളം അകറ്റുന്ന അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരിക്കലും നിങ്ങളെ നരകത്തിൽ വന്ന ആഗ്രഹമില്ല. എങ്ങനെയെങ്കിലും നിങ്ങൾ സ്വർഗത്തിൽ പ്രവേശിക്കണം. എന്നിട്ടും നിങ്ങൾ ആ നരകത്തിലാണ് പ്രവേശിക്കുന്നതെങ്കിൽ അത് അല്ലാഹുവിന്റെ പ്രശ്നമല്ല, അത് നമ്മുടെ പ്രശ്നമാണ്, നമ്മുടെ മനസ്സിലിരിപ്പിന്റെ പ്രശ്നമാണ്. അത് നമുക്ക് എല്ലാം ഒഴിവാക്കി തന്നെ, ഹറാമിൽ നിന്ന് വിട്ടു നിൽക്കാനുള്ള എല്ലാം ഒഴിവാക്കി തന്നിട്ടുണ്ട്. എന്നിട്ടും റമദാനിൽ ഹറാമ് ചെയ്യാനാണ് നമ്മുടെ തീരുമാനമെങ്കിൽ സഹോദരങ്ങളെ, ഈ റമദാൻ എന്ന് ആലോചിച്ചു എപ്പോഴാ മനുഷ്യന്മാർ തിന്മയ്ക്ക് പോകാറ്? ഒരു തിന്മയിൽ ഒരാൾ പ്രവേശിക്കണമെങ്കിൽ പിശാച് അയാളിലേക്ക് വരണം. പിശാചിനെ പിടിച്ചു കെട്ടിയ മാസം റമദാൻ. ഇനി മാസമല്ല, ചെറിയ ചെറിയ പിശാചുകൾ ഈ നാട്ടിൽ ഉണ്ടാവും, റമദാനിൽ ഉണ്ടാകും. ആ പിശാച് പ്രവേശിക്കാനുള്ള കാരണങ്ങളിൽ ചില കാരണങ്ങൾ പറഞ്ഞത് നന്നായിക്കൊണ്ട് ഭക്ഷണം കഴിച്ചാലാണ്. നന്നായി ഒരാൾ ഭക്ഷണം കഴിച്ചാൽ അയാളിലേക്ക് പെട്ടെന്ന് പിശാച് എന്ത് ചെയ്യും? പ്രവേശിക്കുന്ന. ധാരാളം ഭക്ഷണം കഴിച്ചാൽ പിശാച് അയാളെ പിടിക്കുന്ന. മാത്രമല്ല അതുപോലെ തന്നെയാണ് ധാരാളം തീറ്റയും കുടിയും. നന്നായിക്കൊണ്ട് ഭക്ഷണം കഴിക്കുക, നന്നായിക്കൊണ്ട് വെള്ളം കുടിക്കുക എന്നുള്ളൊരവസ്ഥയാണെങ്കിൽ അയാളെ പിശാച് വേഗത്തിൽ പിടികൂടും. മാത്രമല്ല ആ തീറ്റയും കുടിയും ഭക്ഷണമെല്ലാം അല്ലാഹു സുബ്ഹാനഹു വ തആല നോമ്പിൽ നിഷിദ്ധമാക്കി. നോമ്പിൽ നിഷിദ്ധമാക്കി. നിങ്ങൾ എന്ത് ചെയ്യാൻ പാടില്ല? ആ നോമ്പിന്റെ പകൽ സമയത്ത് കുടിക്കാൻ പാടില്ല, തിന്നാൻ പാടില്ല. തിന്മക്കുള്ള വാതിലടച്ചു. തിന്മയിലേക്ക് പ്രവേശിക്കേണ്ട തീറ്റയും കുടിയും അതെല്ലാം അവസാനിപ്പിച്ചു. എന്നിട്ടും തിന്മയിലേക്ക് പോയാൽ മാത്രമല്ല, പിശാച് പ്രവേശിക്കുന്ന ഒരു മനുഷ്യരിലേക്ക് പ്രവേശിക്കുന്ന മറ്റൊരു മാർഗ്ഗമാണ് കോപിക്കാണ്. ഒരാൾ കോപിച്ചാൽ, ദേഷ്യം അധികരിച്ചാൽ അയാളുടെ ജീവിതത്തിലേക്ക് പിശാച് കടന്നു വരുന്ന ആ കോപിക്കേണ്ട വിഷയത്തിനും അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, നോമ്പുകാരനാണ് നിങ്ങൾ കോപിക്കരുത്. കോപിക്കാനുള്ള അവസരമല്ല. ഇനി സ്വായങ്ങൾ ഞാൻ നോമ്പുകാരനാണ് എന്ന് പറഞ്ഞിട്ട് മാറി നിൽക്കുക. എല്ലാ ദേഷ്യപ്പെടേണ്ട അവസ്ഥയിൽ നിന്നും മാറി നിൽക്കുക. അവിടെയും പാപങ്ങൾ ജീവിതത്തിലേക്ക് വരാനത് കൊട്ടിയടച്ച് പാപങ്ങൾക്കൊരവസരമില്ല. എന്നിട്ടും അയാൾ ആ പാപത്തിൽ തന്നെ മുഴുകിയാൽ അതാണ് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ആമീൻ 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 3 വട്ടം ആമീൻ പറഞ്ഞില്ലേ? റമദാൻ കഴിഞ്ഞിട്ടും അയാളെ പാപങ്ങൾ പൊറുക്കപ്പെട്ടിട്ടില്ല എങ്കിൽ അയാൾ റഹിമൻ, അയാൾ മുഖം കുത്തി വീഴട്ടെ എന്നാണ്, നശിക്കട്ടെ എന്നാണ്, അയാൾ നശിക്കും. അതുകൊണ്ടാണ് റമദാൻ വന്നിട്ടും അയാളെ പാപങ്ങൾ പൊറുക്കാറുണ്ട്. എല്ലാ പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരങ്ങൾ ദിവസവുമുണ്ട്, എല്ലാ നിമിഷങ്ങളുമുണ്ട്. ഓരോ നിമിഷങ്ങളും പാപങ്ങൾ പൊറുക്കപ്പെടാനുള്ള അവസരങ്ങൾ ഒരുക്കി തന്നിട്ടും അതിൽ നിന്നൊരു മോചനം നേടാൻ നമ്മൾ തയ്യാറല്ലെങ്കിൽ സഹോദരങ്ങളെ, നമ്മൾ ഏറ്റവും വലിയ നഷ്ടക്കാരാണ്. അതുകൊണ്ട് ആ റമദാനു വേണ്ടി തയ്യാറെടുക്കുക. അല്ലാഹു സുബ്ഹാനഹു വ തആല കൃത്യമായി കൊണ്ട് ആ റമദാനെ ഉപയോഗപ്പെടുത്തുന്ന ആളുകളുടെ കൂട്ടത്തിൽ നമ്മെ ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഏറ്റവും നല്ല രീതിയിൽ കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് എല്ലാ പാപങ്ങളും പൊറുക്കപ്പെടുന്ന ആ സൗഭാഗ്യവാന്മാരായ ആളുകളുടെ കൂട്ടത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മെയും നമ്മുടെ കുടുംബത്തിലുള്ള ഭാര്യമാരെയും മക്കളെയും എല്ലാവരെയും ഏറ്റവും നല്ല സൽക്കർമ്മങ്ങൾ ചെയ്തുകൊണ്ട് അല്ലാഹുവിന്റെ മാർഗത്തിൽ അവന് വേണ്ടി അമല സ്വാലിഹാത്തുകൾ ചെയ്യുന്ന ഏറ്റവും നല്ല ആളുകളുടെ കൂട്ടത്തിൽ അവൻ നമ്മെ ഏവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ ഗഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത്. അല്ലാഹുമ്മ റബ്ബന ഇസ്രിഫ് അന്നാ അദാബ ജഹന്നം إن عذابها كان غراما إنها ساءت مستقرا ومقاما. اللهم ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار. اللهم ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم واغفر لنا يا غافر المجرمين والحمد لله رب العالمين.